കൂത്താട്ടുകുളം നഗരസഭയിൽ കലാരാജു നടത്തിയത് കാലുമാറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നിലവിലെ സ്ഥാനം രാജിവെക്കാതെ മറുഭാഗത്തിനൊപ്പം ചേരുന്നത് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് ചോദിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ സംസാരിക്കവേ സ്പീക്കറോട് തട്ടിക്കയറിയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെതിരെ സഭയിൽ ശക്തമായ ഭരണപക്ഷ പ്രതിഷേധവുമുയർന്നു. കൂത്താട്ടുകുളം നഗരസഭ LDFന് ഭൂരിപക്ഷമുള്ള നഗരസഭയാണ്. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനായി ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയത്. ഇടതുപക്ഷത്ത് നിന്നുള്ള ഒരു കൗൺസിലറെ മറുപക്ഷത്തേക്ക് ചാടിക്കാൻ വലിയ സ്വാധീനം ഉണ്ടായതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി പറഞ്ഞു. ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുക, നമ്മുടെ നാട്ടിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക. ഇവിടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായി നിൽക്കുന്നയാളെ മറ്റു തരത്തിൽ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ശ്രമിച്ചേക്കാം. അങ്ങനെ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ ആ കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കലാണോ? അതാണോ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട അംഗം അത്തരമൊരു വാദം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ നേതൃത്വത്തിലാണല്ലോ UDF പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന് ഇത് അംഗീകരിക്കാൻ കഴിയും? സാധാരണഗതിയിൽ ഏതൊരംഗവും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? രാജിവെച്ച് പോവുകയല്ലേ വേണ്ടത്? സർ, അതിൻ്റെ ഭാഗമായി അവിടെ കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളത് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. രാഷ്ട്രീയ വിഷയത്തെ എന്നാൽ സ്ത്രീ സുരക്ഷയിലേക്ക് എത്തിക്കാനായിരുന്നു പ്രതിപക്ഷം സഭയിൽ ശ്രമിച്ചത്. ഒരു സ്ത്രീയോടാണ് പറയുന്നത്, എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് എന്തെല്ലാം സാറാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങളാണ്. നിങ്ങളുടെ നീതിബോധം ഇതാണ്. അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണ്. മുഖ്യമന്ത്രിയെയും കൂത്താട്ടുകുളത്തെ CPIM പ്രവർത്തകരെയും അവഹേളിക്കുന്ന തരത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഭരണപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു. ഭരണപക്ഷത്തിനൊപ്പം സ്പീക്കർ കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രകോപിതനാവില്ല, പ്ലീസ്. അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ്, അങ്ങ് വളരെ സീനിയറാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? കൂത്താട്ടുകുളത്തെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ 5 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി ഇനിയും തുടരുമെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.